ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് ഫസ്റ്റ് ഇയർ കെമിസ്ട്രി രണ്ട് മൂന്ന് എപ്പിസോഡ് കഴിഞ്ഞതാണ്. നമ്മളിന്നൊരു പുതിയ ചാപ്റ്റർ ആരംഭിക്കുകയാണ്. ഹിയർ വി ആർ ഡിസ്കസിങ് നോട്ട് ദ ഓർഡറിൽ വരുന്ന ചാപ്റ്റർ അല്ല, ഇത് ഇടയ്ക്കുള്ളൊരു ചാപ്റ്ററാണ്. സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന് പറയും. സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ അഥവാ ദ്രവ്യത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഞാൻ ആദ്യം പറഞ്ഞു, നമ്മളങ്ങനെ പരസ്പരം കാണാതെയുള്ള ക്ലാസ്സുകളാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചാലേ പിടികിട്ടുള്ളൂ, മനസ്സിലാവുള്ളൂ. അപ്പോൾ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന് പറയുന്ന നമുക്ക് ഫസ്റ്റ് ടേമിലുള്ള ഒരു ചാപ്റ്ററാണ്. അപ്പോൾ നമ്മളത് ഇടയ്ക്കുന്നേ ഉള്ളൂ. സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ ഡിഫൈനിങ് വാട്ട് ഈസ് മാറ്റർ. മാറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ പറയും ദ്രവ്യം എന്ന് പറയും. ദ്രവ്യം എന്ന് പറഞ്ഞാൽ ഇരിക്കാൻ സ്ഥലം ആവശ്യമുള്ളതും ഭാരമുള്ളതുമായ ഏതൊന്നിനെയും നമ്മൾ എന്ത് വിളിക്കും? ദ്രവ്യം എന്ന് പറയും, അല്ലേ? ഇപ്പോൾ ഒരു ബുക്ക് എടുക്കുന്നു. ഈ ബുക്കിന് ഇരിക്കാൻ സ്ഥലം ആവശ്യമുണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്? വെയിറ്റുമുണ്ട്, ഭാരവുമുണ്ട്. അപ്പോൾ ഇങ്ങനെ മാസ്, അല്ലെങ്കിൽ മാസ് നമ്മൾ സാധാരണ പറയുക പിണ്ഡം എന്ന് പറയും. അപ്പോൾ ഭാരവുമുണ്ട്, അതുപോലെ ഇരിക്കാൻ സ്ഥലം ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെയുള്ള മെറ്റീരിയൽ, ദാറ്റ് സബ്സ്റ്റൻസ് ഈസ് വാട്ട് യു കോൾ മാറ്റർ. നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് മാറ്റർ എന്ന് വിളിക്കുക. എനിത്തിങ് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് പറയും എനിത്തിങ് വിച്ച് ഒക്കുപ്പൈസ് സ്പേസ് ആൻഡ് ഹാസ് മാസ് ഈസ് കാൾഡ് എ മാറ്റർ. എനിത്തിങ്, എന്ത് വേണോ ആവാം. വിച്ച് ഒക്കുപ്പൈസ് സ്പേസ്, അതെന്ത് വേണം? ഒക്കുപ്പൈ ചെയ്യണം. എന്ത് ഒക്കുപ്പൈ ചെയ്യണം? സ്പേസ്. ആൻഡ് ഓൾസോ ഹാവ് മാസ്. എന്തുണ്ടാവണം? മാസ് ഉണ്ടാവണം. സോ സ്പേസ് ഒക്കുപ്പൈ ചെയ്യണം, മാസ് ഉണ്ടാവണം. ഇങ്ങനെ ഇത് രണ്ടും ഉണ്ടെങ്കിൽ ദാറ്റ് സബ്സ്റ്റൻസ് ഈസ് സെറ്റ് ടു ബി എ മാറ്റർ. നമ്മളതിന് മാറ്റർ എന്ന് വിളിക്കും. See, at NTP, normal temperature and pressure. NTP means normal temperature and pressure. We are analyzing a matter. നമ്മളൊരു മാറ്റർ നമ്മൾ പരിശോധിക്കുന്നു, ദ്രവ്യത്തെ നമ്മൾ പരിശോധിക്കുന്നു. ദ്രവ്യത്തിന് പ്രധാനമായിട്ടും 3 പ്രധാന അവസ്ഥകളുണ്ട്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സാധാരണ ഊഷ്മാവിലും മർദ്ദത്തിലും ഒരു ദ്രവ്യത്തിന് 3 അവസ്ഥകൾ കാണിക്കാൻ പറ്റും: ഖരം, ദ്രാവകം, വാതകം. ഇങ്ങനെ 3 അവസ്ഥയെ കാണിക്കുക. ഇത് നമ്മൾ സാധാരണ പറയാൻ at NTP, when a matter is examined, it can exhibiting 3 different forms, such as first is called solid. ഒന്നാമത്തെ നമ്മൾ സോളിഡ് എന്ന് പറയും, ഖരം. രണ്ടാമത്തെ ലിക്വിഡ് അഥവാ ദ്രാവകം. മൂന്നാമത്തെ ഗ്യാസ്, വാതകം. ഇങ്ങനെ 3 അവസ്ഥകളാണ് സാധാരണ കാണിക്കുക. ഇനി ഇതിനകത്ത് നമ്മൾ പറയുന്നത് മാറ്റർ ക്യാൻ എക്സിബിറ്റിംഗ് എ 4th ഫോം. 4ാമതൊരു ഫോം കൂടി ഉണ്ട്. 4മല്ല 5ഉം 6ഉം ഒക്കെ ഉണ്ടെന്ന് പറയുന്നു. എന്നിരുന്നാലും നമ്മൾ പറയുന്ന 4ാമത്തെ ഫോം കൂടി ഉണ്ട്. നമ്മൾ അതിനെ വിളിക്കുന്ന പേരുണ്ട് പ്ലാസ്മ എന്ന് വിളിക്കുക. ഇനി പ്ലാസ്മയും ആദ്യം പറഞ്ഞ 3 പേരും തമ്മിൽ എന്താ വ്യത്യാസം? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫസ്റ്റ് 3 ആൻഡ് ദ ലാസ്റ്റ് വൺ, പ്ലാസ്മ? ദ ഫസ്റ്റ് 3 ആർ ഇൻ അറ്റോമിക് സ്റ്റേജ്. അറ്റോമിക് സ്റ്റേജിലാണ്. വൈൽ പ്ലാസ്മ ഈസ് ഇൻ അയോണിക് ഫോം. പ്ലാസ്മ അയോണിക് ഫോമിലാണ്. സോ യു നോ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആറ്റം ആൻഡ് ആൻ അയോൺ. ആറ്റംസ് ആർ ദി ചാർജ്ലെസ് പാർട്ടിക്കിൾ ഓഫ് എൻ എലമെൻറ്റ്. ഒരു മൂലകത്തിൻ്റെ ചാർജ് ഇല്ലാത്ത ചെറിയ കണികൾ വിളിക്കുന്ന പേരാണ് എന്ന് വിളിക്കുക ആറ്റം. എന്നാൽ അയോൺ ഒന്നും അങ്ങനെയല്ല. അയോൺസ് ആർ ചാർജ്ഡ് പാർട്ടിക്കിൾസ്. സോ പ്ലാസ്മ ഈസ് ഇൻ ചാർജ്ഡ് പാർട്ടിക്കിൾസ്, isn't it? Plasma containing particles which are having charges, while solid, liquid, gases are substances or particles having particles which contain no charges. They are in atomic stage. Atoms are chargeless particle, while ions are charged particle. Therefore, plasma is in ionic form, while the first 3 are in atomic stage, chargeless particle. So this is the preliminary. Once more I repeat, ഞാൻ ഒരിക്കലും ആവർത്തിക്കാം. മാറ്റർ എന്ന് പറഞ്ഞാൽ, ദ്രവ്യം എന്ന് പറഞ്ഞാൽ സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും ഭാരമുള്ളതുമായ ഏതൊന്നിനെയും നമ്മൾ ദ്രവ്യം എന്ന് പറയും. ഇരിക്കാൻ സ്ഥലം ആവശ്യമുള്ളതും ഭാരമുള്ളതുമായ ഏതൊന്നിനെയും നമ്മൾ ദ്രവ്യം എന്ന് വിളിക്കും. എക്സാമ്പിൾ, ഒരു ബുക്കെന്നോ അല്ലെങ്കിൽ ഒരു കല്ലെന്നോ അല്ലെങ്കിൽ യു യുവർ സെൽഫ്, നിങ്ങളുടെ പേര് തന്നെ എഴുതി വെച്ചാലും എന്താ? മാറ്ററാണ്, ദ്രവ്യമാണ്. വൈ? എന്തുകൊണ്ട്? ചെയ്യാൻ സ്ഥലം ആവശ്യമുണ്ട്, ഭാരവുമുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? അത് നമ്മൾ ദ്രവ്യം എന്ന് പറയും. ഇനി സാധാരണ ഊഷ്മാവിലും മർദ്ദത്തിലും, അന്തരീക്ഷ ഊഷ്മാവിലും മർദ്ദത്തിലും ദ്രവ്യത്തിന് 3 അവസ്ഥകളാണ് പ്രധാനമായിട്ടും കാണപ്പെടുക. 3 അവസ്ഥകൾ. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ പറയാം: ഖരം, ദ്രാവകം, വാതകം. എന്നാൽ നമ്മൾ ഈ റീസെൻ്റായിട്ട് പറയുന്നത്, അടുത്ത കാലത്തായിട്ട് അനാലിസിസ് പറയുന്നത് മാറ്ററിന് ഒരു ഫോം കൂടി കാണിക്കാൻ പറ്റും, ദ്രവ്യത്തിനൊരു രൂപം കൂടിയുണ്ട്. അത് നമ്മൾ പ്ലാസ്മ എന്ന് പറയും. ഇപ്പോൾ പറയുന്നത് അങ്ങനെയല്ല, റീസെൻ്റ് വർക്ക് അങ്ങനെയല്ല പറയുക. റീസെൻ്റിൽ പറയുന്നത് 5ാമത്തെ 6ാമത്തെ ഫോമുകളുണ്ടെന്നാണ് പറയുന്നത്.
നമ്മൾ 4 വരെ കൊണ്ട് നിർത്തുന്നു. നമുക്ക് ഫസ്റ്റ് 3 ഉള്ളൂ എങ്കിലും നമ്മൾ 4 വരെ പറയുന്നു. പ്ലാസ്മ എന്ന് പറയുന്നൊരു ഫോം കൂടിയുണ്ട്. ഇനി എന്താണ് വ്യത്യാസം എന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം പറഞ്ഞ 3 പേര് ഖരം, ദ്രാവകം, വാതകവും പ്ലാസ്മയും തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചാൽ, ഖരം, ദ്രാവകം, വാതകം ഇവ അറ്റോമിക രൂപത്തിലാണ് കാണപ്പെടുക. എന്നാൽ പ്ലാസ്മ എന്ന് പറയുന്നത് എന്താണ്, അയോണിക് ഫോമിലാണ്. അയോണിക് ഫോമിലാണെന്ന് പറഞ്ഞാൽ അതിന് മീനിങ് ഇത്, അയോണിക് ഫോം എന്ന് പറഞ്ഞാൽ ചാർജ്ഡ് പാർട്ടിക്കിൾ. അപ്പോൾ പ്ലാസ്മ ചാർജുള്ള പാർട്ടിക്കിൾസ് കണികകളാണ്. എന്നാൽ ആദ്യം പറഞ്ഞ 3 പേരും ചാർജ് ഇല്ലാത്ത കണികകളാണ്. അപ്പോൾ ഇങ്ങനെ ഈ രൂപത്തിലാണ് കാണപ്പെടുക. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ കേസി ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. സി മാറ്റർ, ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ ഡിഫൈനിങ് മാറ്റർ. Matter means anything which occupies space and has mass is called a matter. Okay? Anything which occupies space and has mass is called a matter. നമ്മൾ എഴുതി വെച്ചോളാം. Anything which occupies space and has mass is called a matter. When a matter is examined at NTP, normal temperature and pressure, matter can exhibiting 3 different forms. They are solid, liquid and gases. So these are the 3 fundamental forms at NTP. But one more form or fourth form can also be exhibited by a same matter. That form is what you call plasma. നമ്മളതിന് പ്ലാസ്മ എന്ന് പറയും. So the difference between first 3 solid, liquid, gas and the last one plasma is the first 3 are in atomic stage, which means that it has no charged particles. It is chargeless particles. While plasma is in ionic form, which means that it is in charged particle. Plasma is in charged form, may be positive or negative. You know what is ion. Ions are positive and negative ions. So this plasma is in ionic form, which may be positive or negative. So these are the introductions, first 3. Then we are studying each one by one characters. What is the character of solid? What is the character of liquid? What is the character of gaseous state? Okay. See, the first one, what is the character of solids? Solids. See, the first character is solids containing particles. Solids containing particles which are arranged in a definite pattern. Solid containing, the first character will be A. Solids containing particles which are arranged in a definite pattern, and this pattern of arrangement is called crystals. Once more, solids containing particles. Solids containing particles. These particles are arranged in definite pattern. This pattern of arrangement is called crystals. എന്ന് പറഞ്ഞാൽ ഖരത്തിനകത്ത് കണികളുണ്ട്, ഖരവസ്തുവിനകത്ത്. ഈ കണികൾ പ്രത്യേക രീതിയിൽ അടുക്കിയിരിക്കുന്നു, ഒരു നിശ്ചയ രീതിയിൽ അടുക്കിയിരിക്കുന്നു. ഈ അടുക്കിനെ വിളിക്കുന്ന പേരാണ് ക്രിസ്റ്റൽസ്. ഓക്കെ. സോളിഡ്സ് containing particles which are arranged in a definite pattern, they are called crystals. ഖരവസ്തുക്കൾ കണികൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. ഈ കണികൾ പ്രത്യേക രീതിയിൽ അടുക്കിയിരിക്കുന്നു. ഈ ഓരോ അടുക്കിനെയും നമ്മൾ എന്ത് വിളിക്കും? ക്രിസ്റ്റലുകൾ എന്ന് വിളിക്കും. ദാറ്റ് മീൻസ് സോ മെനി ക്രിസ്റ്റൽസ് ആർ ജോയിൻഡ് ടു ഫോമിങ് എ സോളിഡ് ഫോം. ഒരുപാട് ക്രിസ്റ്റലുകൾ ചേർന്നുണ്ടാവുന്നതാണ് സോളിഡ് ഫോം, ഖരരൂപം എന്ന് വിളിക്കുക. Once more, solids are made up of particles, and these particles are arranged in a definite pattern. This pattern of arrangement is called crystals. ഖരവസ്തുക്കൾ ഉണ്ടാക്കിയിരിക്കുന്നത് കണികൾ കൊണ്ടാണ്. ഈ കണികൾ പ്രത്യേക രീതിയിൽ അടുക്കിയിരിക്കുന്നു. ഈ ഓരോ അടുക്കിനെയും നമ്മൾ ക്രിസ്റ്റലുകൾ എന്ന് വിളിക്കും. ഇൻ ഷോർട്ട്, നമ്മൾ ചുരുക്കത്തിൽ പറയും, സോ മെനി ക്രിസ്റ്റൽസ് ആർ ജോയിൻഡ് ടു ഫോമിങ് എ സോളിഡ് ഫോം. ഒരു ഖരരൂപം എന്ന് പറയുന്നത് ഒരുപാട് ക്രിസ്റ്റലുകളുടെ അടുക്കാണ്. ക്രിസ്റ്റലുകളോടുകൂടിയ രൂപത്തിലാണ് സോളിഡ് സ്റ്റേറ്റ് കാണപ്പെടുക. അല്ലാത്തതുകൊണ്ട് നമ്മളത് പിന്നീട് പറയും. സോ ദിസ് ഈസ് ദ ഫസ്റ്റ്. ദെൻ സെക്കൻഡ് ക്യാരക്ടർ ബി. ദിസ് സോളിഡ് കണ്ടെയ്നിങ് പാർട്ടിക്കിൾസ് which are having
സോ ഓക്കെ, സോളിഡ് പാർട്ടിക്കിൾസ്, ഇതിനകത്ത് പാർട്ടിക്കിൾസ് ഉണ്ട്, സോളിഡ് കണ്ടെയ്നിങ് പാർട്ടിക്കിൾസ്. ദീസ് പാർട്ടിക്കിൾസ് ആർ ഹാവിങ്, നോക്കി അതിനകത്ത് മോളിക്കുലർ അട്രാക്ഷൻ എങ്ങനെയാണ്? ദേ വിൽ ഹാവിങ് ഹൈ ഇൻ്റർ മോളിക്കുലർ അട്രാക്ഷൻ. മോളിക്കുലർ അട്രാക്ഷൻ വളരെ കൂടുതലാണ്, കാരണം ഒരു പാർട്ടിക്കിൾ എണിച്ച് പോകാൻ പറ്റത്തില്ല, ഇതെല്ലാം ഇങ്ങനെ അടുക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇൻ്റർ മോളിക്കുലർ അട്രാക്ഷൻ ബിറ്റ്വീൻ സോളിഡ്സ് ആർ വെരി ഹൈ. അപ്പോൾ നമ്മൾ അവിടെ എഴുതും ഇൻ്റർ മോളിക്കുലർ അട്രാക്ഷൻ ബിറ്റ്വീൻ സോളിഡ്സ് ആർ വെരി ഹൈ. സോളിഡ്സ് സബ്സ്റ്റൻസിൻ്റെ ഇൻ്റർ മോളിക്കുലർ അട്രാക്ഷൻ വളരെ കൂടുതലാണ്. therefore they are closely packed. അതുകൊണ്ടാണ് ക്ലോസ്ലി പാക്ഡ്. ഇതിലാവുന്ന സി ദെൻ നെക്സ്റ്റ് ക്യാരക്ടർ. സോ ദ ഫസ്റ്റ് ക്യാരക്ടർ ഞാൻ ഒന്നുകൂടെ പറയാം. സോളിഡ് കണ്ടെയ്നിങ് പാർട്ടിക്കിൾസ്. These particles are arranged in a definite pattern. This pattern of arrangement is called crystal. First one. Second one, the intermolecular attraction between solids are very high. Then third one, the particles in a solids are, no, the solid particles are rigid. Solid particles are rigid. Solid particles എന്ന് പറയുന്നത് അല്ലെങ്കിൽ സോളിഡ്സ് ആർ റിജിഡ്. സോളിഡ്സ് റിജിഡിറ്റിയാണ്. റിജിഡിറ്റി മീൻസ് കാഠിന്യമുള്ളതാണ്. സോളിഡ്സ് ആർ റിജിഡ് ബിക്കോസ് ദേ ആർ പ്രാക്ടിക്കലി ഇൻകംപ്രസിബിൾ. ഇത് ഞങ്ങൾ സോളിഡ്സ് വളരെ റിജിഡിറ്റി ഉള്ള ബോഡി ഉള്ളതാണ്. സോളിഡ്സ് ഹാവ് എ റിജിഡ് ബോഡി. ദാറ്റ് ഈസ് ദ തേർഡ് ക്യാരക്ടർ. സോളിഡ്സ് ഹാവ് എ റിജിഡ് ബോഡി. ഹെൻസ് ഇറ്റ് പൊസസ് എ ഡെഫിനിറ്റ് ഷേപ്പ് ആൻഡ് സൈസ്. അതുകൊണ്ട് തന്നെ എന്തുണ്ട്, ഒരു ഡെഫിനിറ്റ് ഷേപ്പും സൈസും ഉണ്ടാവും. ഷേപ്പ് ആൻഡ് സൈസ്. Solids have a rigid body and hence it possesses a definite shape and size. That is third character. Solids എന്ന് പറയുന്നത് റിജിഡിറ്റി ഉള്ള ബോഡി ഉള്ളത് കൊണ്ട് അതിന് സ്വന്തമായിട്ട് എന്താ ഷേപ്പും സൈസും ആണ്. ഷേപ്പ് മീൻസ് ഷേപ്പ്, ആകൃതി, സൈസ് വലിപ്പം. അപ്പോൾ കൃത്യമായ വലിപ്പവും ആകൃതിയും ഉള്ളതാണ് ഖരവസ്തു. എന്തുകൊണ്ട്? ദേ ഹാവ് എ റിജിഡ് ബോഡി ഉള്ളതുകൊണ്ട്. ശരിയല്ലേ? പിന്നെ അതിൻ്റെ ഇൻ്റർമോളിക്കുലർ അട്രാക്ഷൻ കൂടുതലാണ്. ദെൻ നാലാമത്തെ CD, നാലെണ്ണം മതി. ദ കൈനറ്റിക് എനർജി ഓഫ് സോളിഡ്സ് ആർ വെരി ലോ. വൈ? ബിക്കോസ് ദേ കാൺട്ട് മൂവ്. ഇന്റർമോളിക്കുലർ അട്രാക്ഷൻ ഇസ് വെരി ഹൈ, therefore they can't move. So therefore kinetic energy of solid particles are very low. So these are the characters met within solids. ഇനിയുമുണ്ട്, നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ മാത്രമേ എടുക്കുന്നുള്ളൂ. ഞാൻ ഒന്നുകൂടെ പറയാം. ദ ഫസ്റ്റ് ക്യാരക്ടർ, solid containing particles. These particles are arranged in a definite pattern. This pattern of arrangement is called crystal. This is the most important thing in solids. Second character, the intermolecular attraction between solids are very high. Then the third character, solids have a rigid body and hence it possesses a definite shape and size. Solids have a rigid body and hence it possesses a definite shape and size. And then last one, the kinetic energy of solids are very low. Solids ന്റെ kinetic energy വളരെ കുറവാണ്. അപ്പോൾ ഇങ്ങനെ 4 ക്യാരക്ടർ മതി നമുക്ക്. നമ്മൾ ആദ്യം എന്ന് പറയാം, ഖരവസ്തുക്കൾക്കകത്ത് പാർട്ടിക്കിൾസ് ഉണ്ട്. ഈ പാർട്ടിക്കിൾസിന് പ്രത്യേക രീതിയിൽ അടുക്കുണ്ട്. ഈ ഓരോ അടുക്കിനെ നമ്മൾ ക്രിസ്റ്റലുകൾ എന്ന് വിളിക്കും. രണ്ടാമത് ക്യാരക്ടർ, ഖരവസ്തുവിനകത്തുള്ള പാർട്ടിക്കിൾസ് തമ്മിലുള്ള പരസ്പരമുള്ള ഇൻ്റർമോളിക്കുലർ അട്രാക്ഷൻ വളരെ കൂടുതലാണ്, വെരി ഹൈ. ദെൻ മൂന്നാമത് പറഞ്ഞത്, സോളിഡ്സിന് എന്തുണ്ട്, ദൃഢമായൊരു ബോഡി ഉള്ളത് കൊണ്ട്, ശരീരമുള്ളത് കൊണ്ട്, അല്ല ദൃഢമായൊരു ബോഡി ഉള്ളത് കൊണ്ട് അതിന് നിശ്ചിതമായ ഷേപ്പും സൈസും ഉണ്ടാവും. ഷേപ്പ് മീൻസ് ആകൃതിയും വലിപ്പവും ഉണ്ടാവും. ദെൻ ലാസ്റ്റ് വൺ, ഖരവസ്തുവിനകത്തുള്ള പാർട്ടിക്കിൾസിൻ്റെ കൈനറ്റിക് എനർജി വളരെ കുറവാണ്. എന്തുകൊണ്ട് കുറയാൻ കാരണം? കൈനറ്റിക് എനർജി ക്യാൻ ബി എക്സിബിറ്റഡ് ബൈ എ മൂവിങ് ബോഡി. കൈനറ്റിക് എനർജി ആരാ കാണിക്കുക? മൂവ് ചെയ്യുന്ന, ചലിക്കുന്നൊരു ബോഡിയാണ് കാണിക്കുക. അതുകൊണ്ട് ഇതില്ല, ഇത് ചലിക്കാൻ പറ്റത്തില്ലല്ലോ. therefore kinetic energy will be very low. Kinetic energy കുറവായിരിക്കും. So these are the characters met within solids. Like it, liquids can exhibiting. ഓക്കെ, ലിക്വിഡ്സിനും നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ പറഞ്ഞു പോവാം. രണ്ടാമത്തെ ലിക്വിഡ്സ്. ഒന്നാമത്തെ ക്യാരക്ടർ, ലിക്വിഡ്സിനകത്ത് പാർട്ടിക്കിൾസ് ഉണ്ട്, അല്ലേ? ലിക്വിഡ്സിനകത്ത് പാർട്ടിക്കിൾസ് ഉണ്ട്. ഈ പാർട്ടിക്കിൾസ് എന്തില്ല, ഇറ്റ് ഹാസ് നോ
ഡെഫിനിറ്റ് പാറ്റേൺ ഓഫ് അറേഞ്ച്മെൻറ്റ്. ഇതിന് പാറ്റേൺ ഓഫ് അറേഞ്ച്മെൻറ്റ് ഇല്ല. ലിക്വിഡ്സ് ഹാവിങ് പാർട്ടിക്കിൾസ് ബട്ട് ദ പാർട്ടിക്കിൾസ് ആർ നോ ഓർഡർ ഓഫ് അറേഞ്ച്മെൻറ്റ്. അതിന് ഓർഡർ ഓഫ് അറേഞ്ച്മെൻറ്റ് ഇല്ല. ദാറ്റ് മീൻസ് ഇറ്റ് ഹാസ് നോ ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ. ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ഉണ്ടാകത്തില്ല. അപ്പോൾ പാർട്ടിക്കിൾസിന് അറേഞ്ച്മെൻറ്റ് ഇല്ല എന്നെഴുതാം അല്ലേ. പാർട്ടിക്കിൾസ് അറേഞ്ച്മെൻറ്റ് ഇല്ല. പാർട്ടിക്കിൾസ് ഉണ്ട്, but that particles are having no order of arrangement, which means that it has no crystalline structure. Crystalline structure ഇല്ല. Then രണ്ടാമത്തെ, the intermolecular attraction between liquids are lower than that of solids. ഖരത്തിനേക്കാളും intermolecular attraction കുറവാണ്, ലോവർ ആയിരിക്കും. while that of gases greater. അപ്പോൾ നമ്മൾ ഗ്യാസ് പറയുമ്പോഴത്തേക്ക് അതിനേക്കാളും കൂടുതലാണ്. ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ഇന്റർമോളിക്കുലർ അട്രാക്ഷൻ ഉള്ളതാണ് ഗ്യാസസ്. ഹിയർ ഇറ്റ് ഈസ് ഇന്റർമോളിക്കുലർ അട്രാക്ഷൻ ബിറ്റ്വീൻ ലിക്വിഡ് പാർട്ടിക്കിൾസ് ആർ വെരി ലോ ഓർ ലോവർ ദാൻ ദാറ്റ് ഓഫ് സോളിഡ്സ്. സോളിഡ്സിനേക്കാളും കുറവാണ്. ദെൻ നെക്സ്റ്റ് മൂന്നാമത്തെ ക്യാരക്ടർ, ലിക്വിഡ്സ് ഹാവ് നോ ഷേപ്പ് ഓഫ് ഇറ്റ്സ് ഓൺ ബട്ട് ഹാസ് ദി ഷേപ്പ് ഓഫ് ദി കണ്ടെയ്നർ. ലിക്വിഡ്സിന് റിജിഡ് ബോഡി ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തില്ല, അതിന് ഡെഫിനറ്റ് ആയിട്ടൊരു ഷേപ്പ് ഇല്ല. പിന്നെ എന്തായിരിക്കും ഷേപ്പ് ഓഫ് ഇറ്റ്സ് കണ്ടെയ്നർ. ലിക്വിഡ്സ് ഹാവ് നോ ഷേപ്പ് ഓഫ് ഇറ്റ്സ് ഓൺ ബട്ട് ഹാസ് ദ ഷേപ്പ് ഓഫ് ദി കണ്ടെയ്നർ. ലിക്വിഡ്സിന് സ്വന്തമായ ഷേപ്പ് ഇല്ല, ഷേപ്പ് ഓഫ് ദി കണ്ടെയ്നർ. മീൻസ് വെൻ എ ലിക്വിഡ് ഈസ് ടേക്കൺ ഇൻ എ ഗ്ലാസ്, ലിക്വിഡ് നമ്മളൊരു ഗ്ലാസ്സിൽ എടുക്കുന്നെങ്കിൽ ദാറ്റ് ലിക്വിഡ് ഈസ് ഹാവിങ് ദ ഷേപ്പ് ഓഫ് ദാറ്റ് ഗ്ലാസ്. ആ ലിക്വിഡ് ആ ഗ്ലാസിൻ്റെ ഷേപ്പാണ്. ഇഫ് ഇറ്റ് ഈസ് ടേക്കൺ ഇൻ എ ട്യൂബ്, നമ്മളൊരു ട്യൂബിലാണ് എടുക്കുന്നെങ്കിൽ ഇറ്റ് ഹാസ് ദ ഷേപ്പ് ഓഫ് ദാറ്റ് ട്യൂബ്. ആ ട്യൂബിൻ്റെ ഷേപ്പ് ഉണ്ടാവുള്ളൂ. ഏത് വെസലിലാണോ നമ്മൾ എടുക്കുന്നത്, ഏത് പാത്രത്തിലാണോ എടുക്കുന്നത്, ആ പാത്രത്തിൻ്റെ ഷേപ്പായിരിക്കും ആ ലിക്വിഡിനുണ്ടാവുക. എന്താ കാരണം? സ്വന്തമായിട്ട് ഷേപ്പില്ല അല്ലേ. ആ സ്വന്തമായിട്ട് ഷേപ്പില്ലാത്തതിന് കാരണം റിജിഡിറ്റി ഇല്ല, ദൃഢതയില്ലാത്തതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്വന്തമായിട്ട് അതിന് ഷേപ്പില്ല എന്ന് നമ്മൾ ലാസ്റ്റ് പറയും. എന്താ പറയുക? കൈനറ്റിക് എനർജി ഓഫ് ലിക്വിഡ്സ് ആർ ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് സോളിഡ്സ്. സോളിഡ്സിനേക്കാളും കൈനറ്റിക് എനർജി കൂടി ഇരിക്കും. കാരണം എന്തുകൊണ്ട്? ക്യാൻ അതിന് ഫ്ലോ ചെയ്യാൻ പറ്റും, മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് കൈനറ്റിക് എനർജി സോളിഡ്സിനേക്കാളും കൂടുതലാണ്. പിടികിട്ടിയോ പറഞ്ഞെന്തോന്ന്? അപ്പോൾ ഇങ്ങനെ 4 ക്യാരക്ടർ. ലിക്വിഡ്സിന് നമ്മൾ ആദ്യം പറയും, ലിക്വിഡ്സിന് പാർട്ടിക്കിൾസ് ഇല്ല. ലിക്വിഡ്സിന് പാർട്ടിക്കിളുണ്ട്, പക്ഷേ എന്തില്ല? ഓർഡർ ഓഫ് അറേഞ്ച്മെൻ്റ് ഇല്ല. ലിക്വിഡ്സ് ഹാവിങ് പാർട്ടിക്കിൾസ് ബട്ട് ഹാസ് നോ ഓർഡർ ഓഫ് അറേഞ്ച്മെൻറ്റ്, വിച്ച് മീൻസ് ദാറ്റ് ഇറ്റ് ഹാസ് നോ ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ. ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ഇല്ല. 2, liquids have particles, they have low intermolecular attraction between particles than that of solids. സോളിഡ്സിനേക്കാളും intermolecular attraction കൂടുതലാണ്. Then intermolecular attraction between liquids are lower than that of solids. സോളിഡ്സിനേക്കാളും ലോവർ ആണ് അല്ലേ. ഇന്റർമോളിക്കുലർ അട്രാക്ഷൻ ഏറ്റവും കൂടുതലുള്ളത് സോളിഡ്സിന്. രണ്ടാമത് ഇന്റർമീഡിയറ്റ് ആയിട്ട് നിൽക്കുന്നവരാണ് ലിക്വിഡ്സിനകത്തുള്ള പാർട്ടിക്കിൾസ്. ഇനി അടുത്ത ഗ്യാസ് വരുമ്പോഴോ ഏറ്റവും കുറവുള്ളതാണ് ഇന്റർമോളിക്കുലർ അട്രാക്ഷൻ അല്ലേ. ഇന്റർമോളിക്കുലർ അട്രാക്ഷൻ ഏറ്റവും കൂടുതലുള്ള സോളിഡ്സ്, ഇടയിൽ നിൽക്കുന്നവൻ ലിക്വിഡ്സ്. ഗ്യാസ് വരുമ്പോഴത്തേക്ക് നമുക്ക് 3 കമ്പൈൻ ചെയ്ത് നോക്കാം. ഗ്യാസസ് വരുമ്പോഴത്തേക്ക് ഇത് ഓക്കെ, ഇതിനകത്ത് നമ്മൾ കമ്പയർ പോവുകയാണ്. ആദ്യം പറഞ്ഞ സോളിഡ്സിന് പാർട്ടിക്കിൾസ് ഉണ്ട്, പാർട്ടിക്കിൾസിന് അറേഞ്ച്മെൻ്റ് ഉണ്ട്, അതിനെ ക്രിസ്റ്റൽ എന്ന് വിളിക്കും അല്ലേ. അപ്പോൾ നമ്മൾ അവിടെ എഴുതും ഇറ്റ് ഹാസ് ക്രിസ്റ്റലൈൻ ഷേപ്പ്. ക്രിസ്റ്റലൈൻ ഷേപ്പ് ഉണ്ട്, ക്രിസ്റ്റലൈൻ ആണ്. ഇവിടെ നമ്മൾ പറയും നോ ഓർഡർ ഓഫ് അറേഞ്ച്മെൻറ്റ്. ഓർഡർ ഓഫ് അറേഞ്ച്മെൻ്റ് ഉണ്ടോ? ഇല്ല. അവിടെ ഓർഡർ ഓഫ് അറേഞ്ച്മെൻ്റ് ഇല്ല. പാർട്ടിക്കിൾസ് ഉണ്ട്, ഓർഡർ ഓഫ് അറേഞ്ച്മെൻ്റ് ഇല്ല. എന്നാൽ ഗ്യാസിന് നമ്മൾ പറയും പാർട്ടിക്കിൾസിന് ദേ ആർ ഇൻ എ സ്കാറ്റേർഡ് ഫോം. പാർട്ടിക്കിൾസ് ഉണ്ട്, അത് സ്കാറ്റേർഡ് ഫോമാണ്, ചെറിയ ഫോമിലാണ്. എങ്ങനെ വേണോ കാണാം, അവിടെ ഇവിടെയായിട്ട് കാണാം, സ്കാറ്റേർഡ് ഫോമിലാണ്. ഇനി അത് കഴിഞ്ഞ് രണ്ടാമത് പറഞ്ഞത് ഇന്റർമോളിക്കുലർ അട്രാക്ഷൻ ബിറ്റ്വീൻ സോളിഡ്സ് ആർ വെരി ഹൈ, വൈൽ ഇൻ കേസ് ഓഫ് ലിക്വിഡ്സ് ഇറ്റ് ഈസ് ലോവർ ദാൻ ദാറ്റ് ഓഫ് ആരെക്കാളും ഇന്റർമോളിക്കുലർ അട്രാക്ഷൻ ലോവർ ദാൻ ദാറ്റ് ഓഫ് സോളിഡ്സ്. ബട്ട് ഇറ്റ് ഈസ് ഹാവിങ്, ഇവിടെ നമ്മൾ എഴുതും ലോവസ്റ്റ്. ഇത് ലോവസ്റ്റ് ആണ്. ഇന്റർമോളിക്കുലർ അട്രാക്ഷൻ വിൽ ബി വെരി വീക്ക്. ലോവസ്റ്റ് ഇവിടെ വീക്കാണെന്ന് നമ്മൾ പറയും. അപ്പോൾ ലോവസ്റ്റ് അല്ലെങ്കിൽ ഇന്റർമോളിക്കുലർ അട്രാക്ഷൻ ഈസ് വെരി വീക്കാണ്. വളരെ കുറഞ്ഞ ഇന്റർമോളിക്കുലർ അട്രാക്ഷൻ ഉണ്ടാവുള്ളൂ. ഇനി ഇവിടെ നമ്മൾ പറഞ്ഞ എന്താണ്, സോളിഡ്സിന് പാർട്ടിക്കിൾസ് ഉണ്ട്, അതിന് റിജിഡ് ആയിട്ടുള്ളൊരു ബോഡി ഉണ്ട്, അതുകൊണ്ട് ഷേപ്പും സൈസും ഉണ്ടാവും. ഇതിനെന്തില്ല? നോ ഷേപ്പ് ഓഫ് ഇറ്റ്സ് ഓൺ, നോ ഷേപ്പ് അല്ലേ, ഷേപ്പില്ല. ഇവിടെ ഇത് തന്നെയാണ്, ഇവിടെയും നോ ഷേപ്പ് ഓഫ് ഇറ്റ്സ് ഓൺ.
ഇവനും ഷേപ്സ് ഇല്ല. ഷേപ്പ് ഓഫ് ദി കണ്ടെയ്നർ, എടുക്കുന്ന പാത്രത്തിൻ്റെ അല്ലെങ്കിൽ എടുക്കുന്ന വെസലിൻ്റെ ഷേപ്പാണ്. നമുക്കറിയാമല്ലോ, ഇഫ് ഇറ്റ് ഈസ് ഗ്യാസ് ഈസ് ഫിൽഡ് ഇൻ എ ബലൂൺ, ദെൻ ഗ്യാസ് ഈസ് ഹാവിങ് ദാറ്റ് ഷേപ്പ് ഓഫ് ദാറ്റ് ബലൂൺ, ഇസ്ന്റ് ഇറ്റ്? നമ്മൾ ഏതിലാണോ നിറയ്ക്കുന്നത് എന്തായിരിക്കണം, അതിൻ്റെ ആ ബലൂണിൻ്റെ ഷേപ്പായിരിക്കും ആ ഗ്യാസിനകത്തുള്ള. ഇഫ് ഇറ്റ് ഈസ് ഫിൽഡ് ഇൻ എ ട്യൂബ്, ഇപ്പോൾ ഒരു സൈക്കിളിൻ്റെ ട്യൂബിലാണ് നിറയ്ക്കുന്നതെങ്കിൽ ആ സൈക്കിൾ ട്യൂബിൻ്റെ ഷേപ്പായിരിക്കും. അപ്പോൾ സ്വന്തമായിട്ട് നോ ഷേപ്പ് ഓഫ് ഇറ്റ്സ് ഓൺ, സ്വന്തമായിട്ട് ഷേപ്പില്ല. വൈ? ബിക്കോസ് ഇറ്റ് ഹാസ് നോ റിജിഡ് ബോഡി. അതിനെന്തില്ല? റിജിഡ് ബോഡി ഇല്ല. റിജിഡ് ബോഡി ഉള്ള ആർക്കേ ഉള്ളൂ? സോളിഡ്സിനെ ഉള്ളൂ. ദെൻ ലാസ്റ്റ്, കൈനറ്റിക് എനർജി ഓഫ് സോളിഡ്സ് ആർ വെരി ഹൈ, വൈൽ കൈനറ്റിക് എനർജി വിൽ ബി ലോവർ ദാൻ ദാറ്റ് ഓഫ്, അല്ലേ, ലോവർ ദാൻ ദാറ്റ് ഓഫ് സോളിഡ്. ബട്ട് ഇവിടെ എഴുതും ഡി, ഇത് ലോവസ്റ്റ്. കൈനറ്റിക് എനർജി ഏറ്റവും വീക്ക്, ഏറ്റവും ലോവസ്റ്റ് ആണ് ആർക്കെന്ന് പറയുക? ഗ്യാസിന്. ഓക്കെ, ഗ്യാസിന് എന്ത് കുറവായിരിക്കും? ഏറ്റവും കൈനറ്റിക് എനർജി കുറവായിരിക്കും, ലോവസ്റ്റ് ആയിരിക്കും. ഇതിന് ലോവർ ആയിരിക്കും. ഇതിന് കൈനറ്റിക് എനർജി വിൽ ബി കൈനറ്റിക് എനർജി വിൽ ബി ലോവസ്റ്റ് എന്ന് പറയുന്നത് ആർക്കാ? ഇവനാണ്. കാരണം എന്തുകൊണ്ട്? സഞ്ചരിക്കാൻ പറ്റത്തില്ല. എന്നാൽ ഇവന് കൈനറ്റിക് എനർജി ലോവർ ആയിരിക്കും, ഇതിന് ഹയസ്റ്റ്. ഇതാണ് ഹയസ്റ്റ്. ഗ്യാസിന് ഹയസ്റ്റ് ആയിരിക്കും. എന്തുകൊണ്ട്? ഗ്യാസ് മോളിക്യൂൾസ് ആർ ട്രാവലിംഗ് അറ്റ് എനിവേ, ദേ ആർ ഇൻ എ റാൻഡം ഫോം, അല്ല റാൻഡം ഫോമിലാണ്. നമ്മൾ പിന്നീട് പഠിക്കുന്നത് റാൻഡം ഫോമിലാണ്. അപ്പോൾ അതുകൊണ്ട് ഹയസ്റ്റ് ആയിട്ട് കൈനറ്റിക് എനർജി ഉള്ളവൻ ഗ്യാസസ്, വീക്കസ്റ്റ് ആയിട്ടുള്ള ഇന്റർമോളിക്കുലർ അട്രാക്ഷൻ ഉള്ളവൻ ഗ്യാസസ്. ഓക്കെ, ഇന്റർമോളിക്കുലർ അട്രാക്ഷൻ കുറയും തോറും എന്ത് കൂടും? കൈനറ്റിക് എനർജി കൂടും. ഇവിടെ നോക്കിയാൽ ഇത് ഇന്റർമോളിക്കുലർ അട്രാക്ഷൻ ഇവിടെ എങ്ങനെയാണെങ്കിൽ ഇവിടെ ഏറ്റവും കൂടുതലാണ്, ഇത് ലോവറാണ്. അതുകൊണ്ട് കൈനറ്റിക് എനർജി ലോവറാണ്, കുറവാണ്. ഇതിന് കൈനറ്റിക് എനർജി നോക്കി, കൈനറ്റിക് എനർജി ഇല്ല. ഇതുകൊണ്ട് ഇന്റർമോളിക്കുലർ അട്രാക്ഷൻ ഇസ് വെരി ഹൈ. ഇത് വളരെ ഹൈ ആണ്, ഹൈ ഇന്റർമോളിക്കുലർ അട്രാക്ഷൻ ആണ്. അപ്പം അതുകൊണ്ട് തന്നെ കൈനറ്റിക് എനർജി ആർക്കില്ല? സോളിഡ് സ്റ്റേറ്റിന് ഉണ്ടാകത്തില്ല. അതേ സമയത്ത് ലിക്വിഡ് സ്റ്റേറ്റിന് കൈനറ്റിക് എനർജി ആരെക്കാളും, ഇവനേക്കാളും, സോളിഡ്സിനേക്കാളും കൂടുതലാണ്. ഇറ്റ് ഈസ് ഹൈ ആണ്. അപ്പം ഇത് ലോവസ്റ്റ് നമ്മൾ ഇതാ, ഇറ്റ് ഈസ് ഹൈ ആണ്. ഇത് ഹയസ്റ്റ്, ഇസ്ന്റ് ഇറ്റ്? കറക്റ്റ് ആയില്ലേ? നോക്കിയാൽ കൈനറ്റിക് എനർജി വിൽ ബി ഹയർ ദാൻ ദാറ്റ് ഓഫ് സോളിഡ്സ്. ഗ്യാസിന് കൈനറ്റിക് എനർജി ഹയസ്റ്റ് ദാൻ ദാറ്റ് ഓഫ് സോളിഡ്സ്. സോളിഡ്സുമായിട്ട് കമ്പയർ ചെയ്യണം, താരതമ്യം ചെയ്യുമ്പോഴത്തേക്ക് എങ്ങനെ ഇവന് സ്വന്തമായിട്ട് ഷേപ്പില്ല, ഷേപ്പുള്ളവനാണ് സോളിഡ്സ്, ഗ്യാസിനും ഷേപ്പില്ല. എന്ത് ഷേപ്പായിരിക്കും? ഷേപ്പ് ഓഫ് ഇറ്റ്സ് കണ്ടെയ്നർ. എന്തിനാണ് എടുക്കുന്നത് അതിൻ്റെ ഷേപ്പിലായിരിക്കും ലിക്വിഡും ഗ്യാസും വരിക. അതേസമയത്ത് സോളിഡ്സിന് അങ്ങനെയല്ല, സോളിഡ്സ് സ്വന്തമായിട്ട് ഷേപ്പുണ്ട്. ഇപ്പോൾ ഒരു കല്ലെടുത്താൽ നമുക്കറിയാം എന്ത് ഷേപ്പെന്ന്. ആ കല്ലിൽ നോക്കിയാൽ അതിൻ്റെ ഷേപ്പ് നിശ്ചയിക്കാൻ പറ്റും. ഒരു ബുക്ക് നമുക്കറിയാം ഇന്ന ഷേപ്പ് ഉണ്ടാവും. അപ്പോൾ അതിന് നിശ്ചിതമായൊരു ഷേപ്പുണ്ട്. എന്തുകൊണ്ട്? ബിക്കോസ് ഇറ്റ് ഹാസ് എ റിജിഡ് ബോഡി. റിജിഡ് ബോഡി ഉള്ളതുകൊണ്ട് അപ്പോൾ സ്വന്തമായിട്ട് ഷേപ്പ് ഉണ്ടാവും, അതുപോലെ തന്നെ സൈസും ഉണ്ടാവും, വലിപ്പവും ഉണ്ടാവും. എന്നാൽ ലിക്വിഡ്സിൻ്റെ കേസിൽ നോ ഷേപ്പ് ഓഫ് ഇറ്റ്സ് ഓൺ, സ്വന്തമായിട്ട് ഷേപ്പ് ഉണ്ടാകത്തില്ല. എന്തുകൊണ്ട്? അതിന് റിജിഡ് ബോഡി ഇല്ല. അത് തന്നെയാണ് ഗ്യാസിൻ്റെ കേസിലും. നോ ഷേപ്പ് ഓഫ് ഇറ്റ്സ് ഓൺ ബട്ട് ഹാസ് ഷേപ്പ് ഓഫ് ദി കണ്ടെയ്നർ. നമ്മൾ പറയും ഷേപ്പ് ഓഫ് ദി കണ്ടെയ്നർ. അതുകൊണ്ട് തന്നെ അവർക്ക് ഡെഫിനറ്റ് ആയിട്ട് എന്താ? വോളിയം ഉണ്ടാവും. നോക്കിയേ, സോളിഡ്സിൻ്റെ കേസിനകത്ത് ഡെഫിനറ്റ് വോളിയം ഇല്ല. നമുക്ക് വേണമെങ്കിൽ അതുകൂടെ ഇവിടെ ചേർക്കാം. ഇറ്റ് ഹാസ് എ റിജിഡ് ബോഡി ആൻഡ് ദെയർഫോർ ഇറ്റ് ഹാസ് എ ഡെഫിനിറ്റ് ഷേപ്പ് ആൻഡ് സൈസ് ബട്ട് ഹാവിങ് നോ ഡെഫിനിറ്റ് വോളിയം. ഡെഫിനറ്റ് ആയിട്ട് വോളിയം ഇല്ല. ഇപ്പം സി ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ കല്ലെടുക്കുകയാണ്. എല്ലാ കല്ലിനും ഒരേ വോളിയമാണോ? നെവർ, ഒരിക്കലുമല്ല. ഡിഫറൻറ്റ് സബ്സ്റ്റൻസ് ആർ ഹാവിങ്, ഡിഫറൻറ്റ് സ്റ്റോൺസ് ആർ ഹാവിങ് ഡിഫറൻറ്റ് വോളിയംസ്, ഇസ്ന്റ് ഇറ്റ്? എന്നാൽ ആ സമയത്ത് ഗ്യാസിൻ്റെ കേസിന് അങ്ങനെയല്ല, അല്ലെങ്കിൽ ലിക്വിഡിൻ്റെ കേസിന് അങ്ങനെയല്ല. ഇപ്പം 50 ml വെള്ളം എന്ന് പറഞ്ഞാൽ 50 ml വെള്ളം തന്നെയായിരിക്കും. 50 ml പാല്, 50 ml പാല് തന്നെയായിരിക്കും. ദാറ്റ് ഈസ് 50 ml, അല്ലേ? അപ്പോൾ 50 ml ഗ്യാസ്, ഓക്സിജൻ ഗ്യാസ് ആയിരുന്നാലും നൈട്രജൻ ഗ്യാസ് ആയിരുന്നാലും 50 ml തന്നെയാണ്. എന്തായിരിക്കണം? സ്വന്തമായിട്ട് ഷേപ്പില്ല, എടുക്കുന്ന വെസലിൻ്റെ വോളിയമാണ് അതിൻ്റെ വോളിയം എന്ന് പറയുക. പക്ഷേ സോളിഡ്സിന് അങ്ങനെയല്ല, സ്വന്തമായിട്ട് തന്നെ വോളിയമുണ്ട്. അതുകൊണ്ട് നമ്മൾ പറയും ഇതിന് റിജിഡ് ബോഡി ഉള്ളതുകൊണ്ട് ഡെഫിനിറ്റ് ഷേപ്പും സൈസും ഉണ്ട്, ഡെഫിനിറ്റ് വോളിയവും ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള വോളിയം ആയിരിക്കും, നോ ഡെഫിനിറ്റ് വോളിയം ആയിരിക്കും. ബട്ട് ഇതങ്ങനെയല്ല. ലിക്വിഡ്സിനാണെങ്കിൽ നോ ഷേപ്പ് ഓഫ് ഇറ്റ്സ് ഓൺ ബട്ട് ഹാസ് ദ ഷേപ്പ് ഓഫ് ദി കണ്ടെയ്നർ ആൻഡ് ഹെൻസ് ഇറ്റ് ഹാസ് എ ഡെഫിനിറ്റ് വോളിയം. അതുകൊണ്ട് തന്നെ അതിന് നിശ്ചിതമായ വോളിയം ഉണ്ടാവും. എന്ത് വോളിയം? എന്തിലാണോ നമ്മൾ എടുക്കുന്നത് അതിൻ്റെ വോളിയമാണ് ആ ലിക്വിഡിൻ്റെ വോളിയം എടുക്കുക, അല്ലേ? അല്ലാതെ നമുക്ക് 50 ml വെള്ളം വേണമെന്ന് പറഞ്ഞാൽ കൈ വെച്ച് 50 ml എടുക്കാൻ പറ്റുമോ? പറ്റത്തില്ല, നെവർ.
50 ml കൊള്ളുന്ന ഒരു ബീക്കർ എടുക്കും. ആ ബീക്കറിനകത്ത് വെള്ളം നിറച്ചാൽ വാട്ടർ ഈസ് ഹാവിങ് 50 ml. ആ വാട്ടറിൻ്റെ വോളിയം എന്ന് പറയുന്നത് 50 ml ആണ്. അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. അല്ല നമ്മൾ ഇങ്ങനെ കോരി വെച്ചിട്ട് ഇതാണ് 50 ml എന്ന് പറയത്തില്ല. അപ്പോൾ അത് നമ്മൾ പറയുന്നത് എങ്ങനെയാണ്, എന്താണ്, സ്വന്തമായിട്ട് ഷേപ്പ് ഇല്ലാത്തത് കൊണ്ട്, റിജിഡ് ബോഡി ഇല്ലാത്തത് കൊണ്ട് ഷേപ്പില്ല, ഷേപ്പ് ഇല്ലാത്തത് കൊണ്ട് ഡെഫിനറ്റ് ആയിട്ട് വോളിയം ഉണ്ടാവും. ഗ്യാസിൻ്റെ കേസിൽ അത് തന്നെയാണ്. എന്തില്ല, റിജിഡ് ബോഡി ഇല്ല, ഇപ്പം എന്തില്ല, സ്വന്തമായിട്ട് ഷേപ്പില്ല, ഷേപ്പ് ഓഫ് ദി കണ്ടെയ്നർ അല്ലേ. ഇരിക്കുന്ന പാത്രത്തിൻ്റെ അല്ല വെസലിൻ്റെ കണ്ടെയ്നറിൻ്റെ വോളിയം ആയിരിക്കും, ഐ മീൻ ഷേപ്പായിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ വോളിയമാണ് ആ ഗ്യാസിൻ്റെ വോളിയമായിട്ട് എടുക്കുക. സോ ദിസ് ഈസ് ദി ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ് മെറ്റ് വിത്തിൻ solids, liquids and gases. I repeat once more. See, solids ആണെങ്കിൽ solids containing particles. These particles are having a definite order of arrangement. This order of arrangement is called definite pattern. This pattern is called crystal. So crystalline substances are solids. Solids crystalline substances ആയിരിക്കും. While liquids have particles but it has no order of arrangement. അതിന് order of arrangement ഇല്ല. Particles ഉണ്ട്, order of arrangement ഇല്ല. ഗ്യാസിൻ്റെ കേസിൽ also having particles are having no order of arrangement. They are in a scattered form. നമ്മളതിന് പറയും സ്കാറ്റേർഡ് ഫോമിലാണ്, ചിതറിയ ഫോമിലാണ്, ചിതറി കാണപ്പെടും. Then രണ്ടാമത്, the intermolecular attraction between solids are very high. സോളിഡ് സ്റ്റേറ്റിൻ്റെ intermolecular attraction വളരെ കൂടുതലാണ്. എന്നാൽ ഇൻ കേസ് ഓഫ് ലിക്വിഡ് intermolecular attraction will be lower than that of solids. സോളിഡ്സിനേക്കാളും കുറവായിരിക്കും. While in case of gases this will be lowest. Intermolecular attraction will be very weak, very lowest or very weak when compared to solids. സോളിഡ്സ് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവാണ്. ഇല്ല, നമുക്ക് ഇല്ലാന്ന് തന്നെ പറയാൻ വേണമെങ്കിൽ intermolecular attraction വളരെ കുറവാണ്. തീരെ നേരത്തും ഇല്ല നമ്മൾ പറയത്തില്ല, ഇറ്റ്സ് എ റോങ് സ്റ്റേറ്റ്മെൻറ്റ്. അത് വളരെ വീക്കാണ് നമ്മൾ പറയും. ദെൻ നാലാമത്, സോളിഡ്സ് ഹാവ് എ റിജിഡ് ബോഡി. സോളിഡ്സിന് റിജിഡ് ബോഡി ഉണ്ട്. ഹെൻസ് ഇറ്റ് പോസസ് എ ഡെഫിനിറ്റ് ഷേപ്പ് ആൻഡ് സൈസ്. അതുകൊണ്ട് തന്നെ ഡെഫിനിറ്റ് ഷേപ്പ് ആൻഡ് സൈസ് ഉണ്ടാവും, ഷേപ്പും സൈസും ഉണ്ടാവും. ആൻഡ് ഓൾസോ ഹാവിങ് ഡെഫിനിറ്റ് വോളിയം. ഡെഫിനിറ്റ് ആയിട്ട് നോ ഡെഫിനിറ്റ് വോളിയം, ഇനി സ്വന്തമായിട്ട് ഡെഫിനിറ്റ് ആയിട്ട് വോളിയം ഉണ്ടാവത്തില്ല. എന്നാൽ ഇൻ കേസ് ഓഫ് ലിക്വിഡിൻ്റെ കേസിൽ നോ ഷേപ്പ് ഓഫ് ഇറ്റ്സ് ഓൺ. സ്വന്തമായിട്ട് അതിന് ഷേപ്പില്ല, ഷേപ്പ് ഓഫ് ദി കണ്ടെയ്നർ. ആരുടെ ഷേപ്പായിരിക്കും? ഷേപ്പ് ഓഫ് ദി കണ്ടെയ്നർ. എടുക്കുന്ന കണ്ടെയ്നറിൻ്റെ വോളിയം ആയിരിക്കും, ഷേപ്പായിരിക്കും അതിന്. അതുകൊണ്ട് തന്നെ നമ്മൾ പറയും ഇറ്റ് ഹാസ് എ ഡെഫിനിറ്റ് വോളിയം, നിശ്ചിതമായ വോളിയം ഉണ്ടാവും. എന്തുകൊണ്ട്? നമ്മൾ ഏത് പാത്രത്തിലാണോ എടുക്കുന്നത് ആ പാത്രത്തിൻ്റെ വോളിയമാണ് ആ ലിക്വിഡിൻ്റെ വോളിയമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. ഇപ്പോൾ ഡെഫിനിറ്റ് ഉണ്ട് അല്ലേ. ഇപ്പോൾ ഉദാഹരണത്തിന് വന്ന 50 ml വെള്ളം എന്ന് പറഞ്ഞാൽ 50 ml കൊള്ളുന്നൊരു ബീക്കറിനകത്ത് അത്രയും വെള്ളം എടുത്ത് വെച്ചാൽ അതിൻ്റെ വോളിയം നമ്മൾ പറയാം 50 ml. അതുപോലെ തന്നെ 50 ml മിൽക്ക്, പാല് കൊണ്ടുവരാൻ പറയുന്നു, എന്തായിരിക്കണം? ആ പാത്രത്തിൽ നിന്ന് വെള്ളം കളഞ്ഞിട്ട് മിൽക്ക് നിറയ്ക്കുന്നു. അപ്പോൾ എന്താണ്, ആ കണ്ടെയ്നറിൻ്റെ വോളിയം തന്നെയാണ് ലിക്വിഡിൻ്റെ വോളിയമായിട്ട് എടുക്കുക. അതുകൊണ്ട് നിശ്ചിതമായ വോളിയം ഉണ്ടെന്ന് പറയും. എന്നാൽ ഇൻ കേസ് ഓഫ് ഗ്യാസിൻ്റെ കേസിൽ നമ്മൾ പറയുന്നത് സ്വന്തമായിട്ട് ഷേപ്പില്ല, നോ ഷേപ്പ് ഓഫ് ഇറ്റ്സ് ഓൺ. ഗ്യാസും അങ്ങനെയല്ലേ, ഇപ്പോൾ ബലൂണിൽ നിറയ്ക്കുന്നു, എന്തായിരിക്കും? ആ ബലൂണിൻ്റെ ഷേപ്പായിരിക്കും. ആ ബലൂൺ നമ്മൾ മാംഗോയുടെ ഫോമിലോ അല്ലെങ്കിൽ ലോങ്ങർ ട്യൂബായിട്ടോ വെച്ച് കഴിഞ്ഞാൽ ആ ഷേപ്പായിരിക്കും. സോ ഇറ്റ് ഹാസ് നോ ഷേപ്പ് ഓഫ് ഇറ്റ്സ് ഓൺ ബട്ട് ഹാസ് ദ ഷേപ്പ് ഓഫ് ദി കണ്ടെയ്നർ. ആൻഡ് ഓൾസോ ഇറ്റ് ഓൾസോ ഹാവിങ് ഡെഫിനിറ്റ് വോളിയം. അതിന് അവിടെ ഡെഫിനിറ്റ് വോളിയം ഉണ്ടാകും, വോളിയം ഓഫ് ദി വെസൽ. ദെൻ ഫൈനലി ലാസ്റ്റ് വൺ, കൈനറ്റിക് എനർജി ഓഫ് സോളിഡ്സ് ആർ വെരി വെരി ലോ, isn't it? കൈനറ്റിക് എനർജി വളരെ കുറവായിരിക്കും. ബിക്കോസ് ഇറ്റ് കനോട്ട് മൂവ്. ഇന്റർമോളിക്കുലർ അട്രാക്ഷൻ ഇസ് വെരി ഹൈ. ഇന്റർമോളിക്കുലർ അട്രാക്ഷൻ കൂടുതലായതുകൊണ്ട് കൈനറ്റിക് എനർജി കുറവായിരിക്കും. എന്നാൽ ഇവിടെ നമ്മൾ പറയും ലിക്വിഡ്സിന് കൈനറ്റിക് എനർജി വിൽ ബി ഹയർ ദാൻ ദാറ്റ് ഓഫ് സോളിഡ്സ്. വൈൽ ഇൻ കേസ് ഓഫ് ഗ്യാസസ് കൈനറ്റിക് എനർജി വിൽ ബി ഹയസ്റ്റ് ദാൻ ദാറ്റ് ഓഫ് സോളിഡ്സ്. സോളിഡ്സിനേക്കാളും കൂടുതലായിരിക്കും. അപ്പോൾ ഇങ്ങനെ 3 ക്യാരക്ടേഴ്സ്. ഓക്കെ, സോ ദീസ് ആർ ദി ഡിഫറൻസസ് ബിറ്റ്വീൻ സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ്, ഓർ ദ ക്യാരക്ടേഴ്സ് ഓഫ് സോളിഡ്, ലിക്വിഡ്, ഗ്യാസസ്. അപ്പോൾ നമുക്ക് ഇതിൽ ഇതുവരെ മതി. ഇതാണ് നമുക്ക് അതിൻ്റെ ആദ്യ ഘട്ടം എന്ന് പറയുന്നത്. ഇനി നമ്മൾ അതിൻ്റെ ഡീറ്റെയിലേക്ക് കിടക്കുകയാണ്. അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ. അപ്പോൾ ഓക്കെ, താങ്ക് യു.